Good evening, Father. Good evening, Father. Good evening, Father. Good evening, Father. Good evening. This is Malayalam session. Explanation will be in Malayalam. YouTube, good evening. Hi, good evening. Good evening. എവിടെ നിന്നാണെന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ യൂട്യൂബ് ലൈവിലുള്ളവര് കമന്റ് സ്പേസിൽ. ദിവസങ്ങളിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് തുടങ്ങിയാൽ തുടർച്ചയായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾ ബേസിക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ ഇന്ന് റീഡിങ്ങിന്റെ ലിസണിങ്ങിന്റെ സ്ട്രാറ്റജീസ് ആരംഭിക്കുകയാണ്. ഒരു 2-3 ദിവസങ്ങളായിട്ട് സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. ഈ റീഡിംഗ് ആൻഡ് ലിസണിങ്ങിലും അത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, സ്ട്രാറ്റജീസ് എല്ലാം സെയിം ആണ്. ഒന്ന് റീഡിങ്ങിൽ വായിച്ച് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക, ലിസണിങ്ങിൽ കേട്ടുകൊണ്ട് ലിസൺ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ലിസണിങ് നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ സ്ട്രാറ്റജീസ് സെയിം ആണ്, രണ്ടിനും സെയിം ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടിനും എളുപ്പമാണ്. OET 2.0 റീഡിംഗ് ആൻഡ് ലിസണിങ് സ്ട്രാറ്റജീസ്. Focus on strategies, or we call it signposts or clues to identify the answers. So what are the strategies and clues? Focus on the paragraph structure. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാരഗ്രാഫ് സ്ട്രക്ചർ ഇത് OET-ക്കാണ്, IELTS ആണ്, TOEFL ആണ്, ഏത് കോമ്പറ്റീവ് എക്സാംസ് ആണെങ്കിലും നിങ്ങൾ ടെക്സ്റ്റിന്റെ ഒരു പാരഗ്രാഫിനുള്ള സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നമ്മൾ ഒത്തിരി സെഷൻസിൽ ഇത് നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്നല്ല, അടുത്ത ദിവസങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ്. പാരഗ്രാഫ് സ്ട്രക്ചർ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ടോപ്പിക് സെന്റൻസ് പഠിക്കും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ്. പാരഗ്രാഫ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ എല്ലാ പാരഗ്രാഫിനും ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ട്. ആ ടോപ്പിക് സെന്റൻസിൽ ഒരു കൺട്രോളിങ് ഐഡിയ ഉണ്ട്. ആ ടോപ്പിക് സെന്റൻസ് ആണ് ഇതിന്റെ ജിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പാരഗ്രാഫിന്റെ മെയിൻ ഫോക്കസ് ആ പാരഗ്രാഫിൽ ആ ടോപ്പിക് സെന്റൻസിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ മെയിൻ ആയിട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ജിസ്റ്റ് ഓർ മെയിൻ ഐഡിയ ഇൻ ദ പാരഗ്രാഫ്. ജിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഐഡിയ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ടോപ്പിക് സെന്റൻസ് മാത്രം വായിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. മൂന്നാമത്തത് ഇഗ്നോർ ദ സബ്ജക്ട് കോംപ്ലിമെന്റ്സ്. അത്യാവശ്യമില്ലാത്ത കൊമയുടെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ, ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ പലതും നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അത് പലയിടത്തും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വീണ്ടും വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ലുക്ക് ഫോർ ഒപ്പീനിയൻസ് ആഫ്റ്റർ ദ കോൺട്രാസ്റ്റ് വേർഡ്. അതായത് ഒരു കോൺട്രാസ്റ്റ് വേർഡ്, ബട്ട്, ഹൗവെവർ അങ്ങനെയുള്ള കോൺട്രാസ്റ്റ് വേർഡുകൾ വന്നാൽ സാധാരണ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആൻസർ വരുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും. അതിന് മുമ്പുള്ളതല്ല ഓത്തറുടെ അല്ലെങ്കിൽ റൈറ്ററുടെ ഒപ്പീനിയൻ, അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ഒപ്പീനിയൻ ആയിട്ട് വരിക. ഫോക്കസ് ഓൺ സ്കെയിൽ എക്സ്പ്രഷൻസ്. അതായത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് സ്കെയിൽ എക്സ്പ്രഷൻസ്. അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആറാമത്തെ ലുക്ക് ഫോർ ഹെഡ്ജിങ് വേർഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആൻസർ ഓപ്ഷൻസ്. നമ്മൾ ഹെഡ്ജിങ് വേർഡ്സ്, മെയിൻ ആയിട്ടുള്ള കീ വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ചോദ്യത്തിലും അതുപോലെ തന്നെ ആൻസർ ഓപ്ഷൻസിലും, എല്ലാ ആൻസർ ഓപ്ഷൻസിലും ഈ ഹെഡ്ജിങ് വേർഡ്സ് ഏതാണ് നമ്മൾ കാണുന്നത്. ഏഴാമതായിട്ട് ലുക്ക് ഫോർ സിനോണിംസ് ആൻഡ് സിനോണിമസ് ലാംഗ്വേജ്. സിനോണിംസും അതുപോലെ തന്നെ സിനോണിമസ് ലാംഗ്വേജും നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ കോമ്പറ്റൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. ലുക്ക് ഫോർ പാരാഫ്രൈസിങ്. അതായത് ഒരേ ആശയം വേറെ വാക്കുകൾ ഉപയോഗിച്ച് വേറെ പല രീതിയിലായിട്ട് പറയും. അപ്പോൾ ടെക്സ്റ്റിൽ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിലും ആൻസർ ഓപ്ഷൻസിലും അതുപോലെ തന്നെ ആയിരിക്കും, അത് പാരാഫ്രൈസ് ചെയ്ത് മറ്റു വാക്കുകളിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലുക്ക് ഫോർ കോൺട്രാസ്റ്റ് വേർഡ്സ്. കോൺട്രാസ്റ്റ് വേർഡ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ലുക്ക് ഫോർ നെയിംസ് ആൻഡ് അബ്രീവിയേഷൻസ്. പേരുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ സ്റ്റെമ്മിൽ ഒരു പേരുണ്ടെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടുള്ള പേരാകാം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ വ്യൂ പോയിന്റ്സ് ചോദിച്ചുകൊണ്ടുള്ള പേരാകാം. അപ്പൊ ടെക്സ്റ്റിൽ ആ പേര് എവിടെ കാണുന്നുവോ അവിടേക്ക് നമ്മൾ പെട്ടെന്ന് ചെന്ന് ഫോക്കസ് ചെയ്യണം. ആ ചോദ്യം, ആ പേരുള്ളിടം മുതലുള്ള കാര്യങ്ങൾ വായിച്ചാൽ അവിടെ അതിന്റെ ആൻസർ ഉണ്ടാവും. ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏകദേശം പാരഗ്രാഫിന്റെ പകുതി ഭാഗമൊക്കെ അതിന് മുമ്പ് കാണും. അത് വായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ടൈമിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ലുക്ക് ഫോർ നമ്പർ, പെർസെൻറ്റേജ്. അതായത് പെർസെൻറ്റേജ് നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. മോഡൽ വേർബ്സ്, അതായത് ഷുഡ്, മസ്റ്റ്, ഫുഡ് അങ്ങനെയുള്ള മോഡൽ വേർബ്സ് ഒക്കെ ഒന്ന് ക്യാൻ അങ്ങനെയുള്ള മോഡൽ വേർബ്സ് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ലുക്ക് ഫോർ കോസ് ഇഫക്റ്റ് ലാംഗ്വേജ്. അതായത് കോസ് ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഇഫക്റ്റ് ആയിരിക്കാം ആൻസർ ആയിട്ട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ റീസണോ കോസോ ചോദിച്ചു കഴിയുമ്പോൾ ആൻസർ ഓപ്ഷൻസിലുള്ള ഇഫക്റ്റ് അന്നേരം നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് കോസ് ആൻഡ് എഫക്റ്റ് ലാംഗ്വേജും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലുക്ക് ഫോർ നെഗറ്റീവ് എക്സ്പ്രഷൻസ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, നെഗറ്റീവ് രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ അടുത്ത ഒരെണ്ണം ലുക്ക് ഫോർ ടൈം അല്ലെങ്കിൽ സീക്വൻഷ്യൽ എക്സ്പ്രഷൻസ്. ലിസണിങ് ഫോർ ടൈം അല്ലെങ്കിൽ റീഡിംഗ് ഫോർ
ടൈം ഓർ സീക്വൻഷ്യൽ എക്സ്പ്രഷൻസ്. അത് റീഡിങ്ങും ലിസണിങ്ങും ഒരേപോലെയാണ്. ഇത് രണ്ടിലും നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ലിസണിങ് എടുത്ത് നോക്കാം. ഇതൊന്ന് ഈ ചോദ്യം ഒന്ന് നിങ്ങൾ വായിക്കുക. Dr. Robson thinks the short-term priority in the fight against Chagas is to option A. Increase efforts to eliminate the insect which carry the parasite. Option B. Produce medication in a form that is suitable for children. C. Design and manufacture a viable vaccine. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനകത്ത് ഓഡിയോ ഉള്ളതുപോലെ തന്നെയാണ് റീഡിംഗിൽ അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാകും. ഇത് രണ്ട് സെയിം ആണ്, യാതൊരു വ്യത്യാസമില്ല. നമ്മൾ കമ്പയർ ചെയ്ത് കാണുന്നതായിരിക്കും. ഇവിടെ എന്താണ് ഹെഡ്ജിങ് വേർഡ്സ് എന്ന് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓൺലൈൻ യൂട്യൂബിലുള്ളവർക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഹെഡ്ജിങ് വേർഡ്സ് എന്താണെന്ന് പറയാമോ? Short-term priority. Short-term priority. Short-term priority. Things. എന്നുള്ളത് ഒപ്പീനിയൻ വേർഡ് ആണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം പ്രയോറിറ്റി എന്നുള്ളതാണ് ഒരു നെയിം ഉണ്ട്. ഈ ടൈം എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ തിങ്സ് എന്നുള്ള ഒപ്പീനിയൻ ആണെന്ന് പറയുന്നത്. ഡോക്ടർ റോബ്സൺ എന്നുള്ളത് ഒരു പേരാണ്, അതും ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ പറഞ്ഞു ഡോക്ടർ റോബ്സൺ പല പേരുകളുണ്ടെങ്കിൽ ആ പേര് ഉള്ളിടത്തേക്ക് നമ്മൾ പോയാൽ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്കൊരു ടൈം എക്സ്പ്രഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലെ. ടൈം എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം എന്നുള്ള ഒരു ടൈം എക്സ്പ്രഷൻ ആണ്. അങ്ങനെ ഒരു ടൈം എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ സ്റ്റെമ്മിൽ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തായിരിക്കും ആൻസർ പോവുക. അതുകൊണ്ട് ഷോർട്ട് ടൈം പ്രയോറിറ്റി ഏതാണ്? ഇൻ ദ ഫൈറ്റ് അഗൈൻസ്റ്റ് ഷാഗസ് ഈസ് ടു. അതായത് ആ ഒരു പാർട്ട് സിയിൽ മുഴുവനും ഈ ഷാഗസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് അത് കോമൺ ആയിട്ടുള്ള ടേമാണ്. ഇങ്ങനെ ഷാഗസ് എന്ന ആ ഡിസീസിനെ ഫൈറ്റ് ചെയ്യാൻ ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രയോറിറ്റി എന്താണ്? അപ്പൊ ഈ ആൻസർ ഓപ്ഷൻസിൽ ഹെഡ്ജിങ് വേർഡ്സ് ഒന്ന് പറയാമോ? Eliminate. ഓപ്ഷൻ എ Eliminate insects. ഇൻസെക്ട്സ്, Produce medication. മെഡിക്കേഷൻ ഇൻ എ ഡിഫറെന്റ് ഫോം, ഇൻ എ ഫോം. യെസ്. അടുത്തത് Manufacture viable vaccine. അതായത് ഇൻസെക്ട്സ്, വാക്സിൻ, അതുപോലെ തന്നെ മെഡിക്കേഷനെ ഓൾട്ടർ ചെയ്യാന്നുള്ള 3 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഷോർട്ട് ടേം പ്രയോറിറ്റിയുടെ ഒരു സിനോണിം ആണ് ഈ ഓഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആൻസർ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കുക. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഈ ഷോർട്ട് ടേം പ്രയോറിറ്റി പല ടൈം എക്സ്പ്രഷൻസ് ഈ ഓഡിയോയിൽ ഉണ്ടാകും. അത് നിങ്ങളെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ചുമ്മാ നോട്ട് ചെയ്തോളുക. അതിനകത്ത് ഷോർട്ട് ടേം എന്നുള്ളതിനുള്ള സിനോണിം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. I see. And what can be done to combat Chagas generally? Plenty. Researchers are working on improved drugs to treat it and a vaccine. None currently exists, but it takes at least 10 years to supply a new drug. Another idea is to develop the existing drugs in tablets of different sizes. That could and should be done almost overnight. What's currently available is designed for adults, even though infants often have the disease. There are also some very important programs using insecticides and other methods to wipe out the bugs that transfer Chagas to humans, but initiatives like those take decades rather than years. Well, Dr. Jack Robson, thank you very much for speaking to us today. ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ചാറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാവോ? ഏതൊക്കെയാണ് ടൈം എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ ഈ ഓഡിയോയിൽ കേട്ടത് ഏതൊക്കെയാണ്? പിന്നെ സീക്വൻഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അല്ലെങ്കിൽ അനദർ, സെക്കൻഡ്, ഫൈനലി, അങ്ങനെയുള്ളതൊക്കെയാണ് സീക്വൻഷ്യൽ എക്സ്പ്രഷൻസ്. സീക്വൻഷ്യൽ എക്സ്പ്രഷൻസ് നിങ്ങളുടെ ഓഡിയോയിലോ റീഡിങ്ങിന്റെ ടെക്സ്റ്റിലോ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആ സീക്വൻഷ്യൽ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ടായിരിക്കും ആൻസർ വരിക. അപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഏതൊക്കെയാണ് കിട്ടിയത്? 10 years, overnight, decade, okay, heavenly blessing, great. കറക്റ്റ് ആണ്. 3 എക്സ്പ്രഷൻസ്, 10 years, overnight, decade. അപ്പൊ അതിനകത്ത് ഏതായിരിക്കാം സിനോണിം? 10 years, ഓവർനൈറ്റ്, ഡേക്കേഡ് എന്ന 3 കാര്യങ്ങൾ ഇപ്പൊ ചാറ്റിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് കമന്റ് സ്പേസിൽ. അത് കറക്റ്റ് ആണ്. സിനോണിം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓവർനൈറ്റ് എന്നുള്ളതാണ് ഷോർട്ട് ടേം എന്നതിന്റെ സിനോണിം എന്നാണ് പലരും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കുക കേട്ടോ. ഒരു സീക്വൻഷ്യൽ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് വൺ, അനദർ വൺ, തേർഡ് വൺ, ഫൈനലി, അങ്ങനെയുള്ളത്. അതും ഈ ആൻസറും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടി കേൾക്കുക കേട്ടോ. ഒരു നല്ല ലിസണിങ് പ്രാക്ടീസ് ആണ്. കറക്റ്റ് ആണ്. നിങ്ങൾ എഴുതിയതൊക്കെ കറക്റ്റ് ആണ്. ചിലർ 10 years ഇട്ടിട്ടുണ്ട്. 10 years അല്ല, ഓവർനൈറ്റ് ആണല്ലോ ഷോർട്ട് ടേം. അതായത് ഡേക്കേഡ്സ് എന്ന് പറയുമ്പോൾ പല 10 years ആയി. ഡേക്കേഡ് എന്ന് പറയുമ്പോൾ 10 വർഷമായി. ഓവർനൈറ്റ് എന്ന് പറയുമ്പോൾ രാത്രി വെളുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ട് ടേം അതാണ്.
അപ്പം ഓവർനൈറ്റ് എന്നുള്ളതാണ് ഷോർട്ട് ടേം എന്നതിന്റെ സിനോണിം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക കേട്ടോ ഈ പോകുന്ന സെഷൻ. I see. And what can be done to combat Chagas generally? Plenty. Researchers are working on improved drugs to treat it and a vaccine. None currently exists, but it takes at least 10 years to supply a new drug. Another idea is to develop the existing drugs in tablets of different sizes. That could and should be done almost overnight. What's currently available is designed for adults, even though infants often have the disease. There are also some very important programs using insecticides and other methods to wipe out the bugs that transfer Chagas to humans, but initiatives like those take decades rather than years. Well, Dr. Jack Robson, thank you very much for speaking to us today. ഓക്കെ, ഓവർനൈറ്റ് അല്ല, ഭൂരിപക്ഷം ആൾക്കാർ ഓവർനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഓവർനൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഇവിടെ അതിന്റെ സ്ക്രിപ്റ്റ് ഇതാണ്. ഈ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഇത് ലിസൺ ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 7 സ്റ്റെപ്സ് ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് സ്പേസിൽ ഒന്ന് ഇപ്പൊ ടൈപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് ഉണ്ടത് പോയെന്ന് കാണുക. അപ്പൊ ആ 7 സ്റ്റെപ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദ്യങ്ങൾ ആദ്യം വായിക്കണം. ഹെഡ്ജിങ് വേർഡ്സ്, ക്വസ്റ്റ്യൻസ് സ്റ്റെമ്മിലും ആൻസർ ഓപ്ഷൻസിലുമുള്ള ഹെഡ്ജിങ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യണം. അന്നേരം നമുക്കൊരു ഐഡിയ കിട്ടും എന്തായിരിക്കും ആൻസർ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. അത് കഴിയുമ്പോൾ നിങ്ങൾ ഓഡിയോ കേൾക്കണം. 1 or 2 പ്രാവശ്യം കേൾക്കുക. ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്നോടെ കേൾക്കുന്നത് നല്ലതാണ്. പിന്നെ ഓഡിയോയും സ്ക്രിപ്റ്റ് കൂടി, സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് ഓഡിയോ കേട്ടുകൊണ്ട് ആ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുക. മൾട്ടി ടാസ്കിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ചോദ്യങ്ങൾ നിങ്ങളും ചോദ്യം ആൻസർ ഓപ്ഷൻ വായിക്കണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ മാർക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പം റീഡിങ്, ലിസണിങ് ആൻഡ് റൈറ്റിംഗ്, മൾട്ടി ടാസ്കിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ ഇത്ര സിമ്പിൾ അല്ല. നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രിപ്റ്റും ഓഡിയോയും കൂടി ഒരുമിച്ച് കേൾക്കുകയും ആ സീക്വൻഷ്യൽ എക്സ്പ്രഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾ അന്നേരം ടൈപ്പ് ചെയ്യുക ചാറ്റ് ബോക്സിൽ ഒന്ന്. ഒരു സീക്വൻഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ആൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും സിനോണിംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും ഒന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ബോക്സിൽ കേൾക്കുമ്പോൾ തന്നെ. അപ്പൊ നിങ്ങളത് മൾട്ടി ടാസ്കിങ് പ്രാക്ടീസ് ചെയ്ത പോലെ ആവും. ഒരിക്കൽ കൂടി നിങ്ങളും സ്ക്രിപ്റ്റ് വായിക്കുക. ഈ ഓഡിയോ കേട്ടുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് വായിക്കുക കേട്ടോ. I see. And what can be done to combat Chagas generally? Plenty. Researchers are working on improved drugs to treat it and a vaccine. None currently exists, but it takes at least 10 years to supply a new drug. Another idea is to develop the existing drugs in tablets of different sizes. That could and should be done almost overnight. What's currently available is designed for adults, even though infants often have the disease. There are also some very important programs using insecticides and other methods to wipe out the bugs that transfer Chagas to humans, but initiatives like those take decades rather than years. Well, Dr. Jack Robson, thank you very much for speaking to us today. ഇവിടെ നോക്കിക്ക് പലരും ലിസണിങ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ഈ ലിസണിങ്ങിലും ഈ പാരഗ്രാഫ് സ്ട്രക്ചർ ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ സമ്മറൈസ് ചെയ്യേണ്ടത് നിങ്ങളുടേതായ രീതിയിൽ. അപ്പൊ ഇവിടെ നോക്കിക്ക്, ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ടൈം എക്സ്പ്രഷൻസ് അറ്റ്ലീസ്റ്റ് 10 years എന്ന് പറഞ്ഞാൽ 10 വർഷത്തിൽ കൂടുതൽ വേണം അല്ലെ. അറ്റ്ലീസ്റ്റ് 10 years, ഏറ്റവും കുറഞ്ഞത് 10 വർഷം എന്ന് പറയുന്നത്. അതായത് ന്യൂ ഡ്രഗ്, പുതിയ ഡ്രഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈം എക്സ്പ്രഷൻ ഏതാണ്? Another idea. അതെന്താണ്? Another idea എന്ന് പറയുന്നതാണ് സീക്വൻഷ്യൽ എക്സ്പ്രഷൻ. സീക്വൻസ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള പോലെ another, final അങ്ങനെയുള്ള സീക്വൻഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോഴാണ് ആൻസർ വരിക എന്ന് പറഞ്ഞു. is to develop the existing drugs in tablet of different sizes. Design and manufacturing of vaccine. സെക്കൻഡ് ഓപ്ഷൻ ആണ് അല്ലേ. ഇതിനാണ് ഫുഡ്, ഷുഡ് ഒക്കെ വരുന്നുണ്ട്, മോഡൽ വേർബ് കൂടെ വരുന്നുണ്ട്. ബി ഡൺ ഓൾമോസ്റ്റ് ഓവർനൈറ്റ്. ഓവർനൈറ്റ് എന്നുള്ളത് വേറെ ഒരു ടൈം എക്സ്പ്രഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഡേക്കേഡ്സ്. ഇത് 3 ടൈം എക്സ്പ്രഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഷോർട്ട് ടേം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് 10 years എന്ന് പറഞ്ഞ ഏറ്റവും കുറഞ്ഞ 10 വർഷം, 10 വർഷത്തിൽ കൂടുതൽ. ഓവർനൈറ്റ്, ഡേക്കേഡ്സ്, വർഷങ്ങൾ, ദശാബ്ദങ്ങൾ ആവശ്യമുണ്ട് അല്ലെ. അപ്പം ഇതിനകത്ത് ഡേക്കേഡ്സ് എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് ഷോർട്ട് ടേം എന്നുള്ളത് ഓവർനൈറ്റ് എന്നുള്ളതാണ്. ദാറ്റ് കുഡ് ആൻഡ് ഷുഡ് ബി ഡൺ ഓൾമോസ്റ്റ് ഓവർനൈറ്റ്. ഇവിടെ കുഡ്, ഷുഡ് അതായത് മോഡൽ വേർബ്സ് വരുന്നു. അതുപോലെ തന്നെ സീക്വൻഷ്യൽ എക്സ്പ്രഷൻ വരുന്നു. ഈസ് ടു ഡെവലപ്പ് ദി എക്സിസ്റ്റിംഗ് ഡ്രഗ്സ് ഇൻ ടാബ്ലറ്റ്സ് ഓഫ് ഡിഫറെന്റ് സൈസസ്. അപ്പൊ നോക്കിക്കേ,
പ്രൊഡ്യൂസ് മെഡിക്കേഷൻ ഇൻ എ ഫോം ദാറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ചിൽഡ്രൻ. അത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ. അതായത് എവിടെ അനദർ ഐഡിയ തുടങ്ങുന്നിടത്തുനിന്ന് ഇവിടം വരെയും ഈ കാര്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു സ്ട്രാറ്റജി ആയിട്ട് ഒരു ക്ലൂ ആണ്. ആൻസറിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരിക്കും. മറ്റു കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുമ്പോൾ ആൻസർ ഓപ്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതായിട്ട് നമ്മൾ എല്ലായിടത്തും തന്നെ കാണാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ആൻസർ ഓപ്ഷൻസ് ആണ്. അനദർ ഐഡിയ ഇസ് ടു ഡെവലപ്പ് ദി എക്സിസ്റ്റിംഗ് ഡ്രഗ്സ് ഇൻ ടാബ്ലറ്റ്സ് ഓഫ് ഡിഫറെന്റ് സൈസസ്, പ്രൊഡ്യൂസ് മെഡിക്കേഷൻ ഇൻ എ ഫോം ദാറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ചിൽഡ്രൻ. That could and should be done almost overnight. What is currently available is designed for adults, even though infants often have the disease. അപ്പൊ ഇൻഫൻസിന്, കുട്ടികൾക്ക് വേണ്ട രീതിയിൽ അഡൽട്സിനുള്ള ആ ഡോസേജ് ഒന്ന് മോഡിഫൈ ചെയ്ത് ഡിഫറെന്റ് സൈസസിലെ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡോസസിലെ ടാബ്ലറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ഓവർനൈറ്റ് ചെയ്യാവുന്ന ഒരു മാറ്റമാണ്. അതാണ് ഷോർട്ട് ടേം പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളിങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഷാഗസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മലേറിയ എന്നവിടെ വായിക്കുക, അല്ലെ? നിങ്ങൾക്ക് ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ. മലേറിയയ്ക്ക് എന്താണ് 3 ഓപ്ഷനാണ്. ഷോർട്ട് ടേം പ്രയോറിറ്റി എന്താണ്? മലേറിയ ഇല്ലാതാക്കാൻ. ഷാഗസിന് പകരം നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ഒരു രോഗം. മലേറിയ എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? അപ്പൊ അവിടെ മലേറിയ എന്ന് പറഞ്ഞ് വായിച്ചേ. ഡോക്ടർ റോബ്സൺ തിങ്സ് ദ ഷോർട്ട് ടേം പ്രയോറിറ്റി ഇൻ ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഈസ് ടു 1. എലിമിനേറ്റ് ദ ഇൻസെക്ട്സ്. എല്ലാ കൊതുകിനെയും എല്ലാവരും ബാറ്റും ഒക്കെ പിടിച്ച് നടക്കുക, ലോകത്തുള്ള മുഴുവൻ കൊതുകുകളെ കൊല്ലുക. ഷോർട്ട് ടേമിൽ നടത്തിയാലെന്ന് നമുക്കറിയാം, അല്ലെ? ഈ ഇൻസെക്ട്സിനെ എല്ലാം അല്ലെങ്കിൽ ഉള്ള കൊതുകുകളെ എല്ലാം കൊല്ലുക എന്നുള്ളത് ഷോർട്ട് ടേമിൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. 3-ാമത്തെ പറയും ഡിസൈൻ ആൻഡ് മാനുഫാക്ചർ എ വയബിൾ വാക്സിൻ. വാക്സിനെ കുറിച്ച് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽസ് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മുടെ കോവിഷീൽഡൊക്കെ 1 വർഷം 1.5 വർഷം കൊണ്ടൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ദുരന്തങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരു വാക്സിൻ കണ്ടുപിടിക്കണമെങ്കിൽ 10 വർഷമെങ്കിലും മിനിമം വേണമെന്നാണ് പറയുന്നത്. അതിവിടെ ടെക്സ്റ്റിലും അവർ പറയുന്നുണ്ട്. എന്താണ് വാക്സിൻ എവിടെയാണ്? Decades rather than years. അതല്ലല്ലോ വാക്സിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്. എവിടെയാ വാക്സിൻ? അറ്റ്ലീസ്റ്റ് 10 years. ആദ്യത്തെ സെന്റൻസ് പറയുന്നത് അറ്റ്ലീസ്റ്റ് 10 years വേണം. വാക്സിൻ അത് ഒരു റിസർച്ച് പ്രോസസ്സിലൂടെ പോയി വെരിഫൈ ചെയ്ത് പറഞ്ഞാൽ 10 വർഷമെങ്കിലും വേണം. അപ്പൊ അതും ഷോർട്ട് ടേം അല്ല. പിന്നെ ഉള്ളത് PO ഓപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമുക്കറിയാം കൊതുകുകളെല്ലാം കൊന്നിട്ട് മലേറിയ ഇല്ലാതാക്കാൻ പോകുക എന്നുള്ളത് ഷോർട്ട് ടൈം പ്രയോറിറ്റി അല്ലാതെ നടക്കുന്ന കാര്യമല്ല എടുക്കുന്നത്. അതുപോലെ തന്നെ വാക്സിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ മലേറിയ പിടിച്ച് ICU കിടക്കുന്നവരൊക്കെ തട്ടിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് ഷോർട്ട് ടേം അല്ല, പെട്ടെന്ന് വേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് B ആണ്. ഇനിയിപ്പോൾ ഒരു പക്ഷേ B നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ Aയും Cയും അങ്ങനെയും എലിമിനേറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. അങ്ങനെയും എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതൊരു വലിയ സംഭവമാണെന്ന് കാണാതെ നമുക്കറിയാവുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഷോർട്ട് ടൈം ഈസ് ആൻ ഇമ്പോർട്ടന്റ് വേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഷോർട്ട് ടേം എന്നുള്ള പ്രയോറിറ്റി എന്നുള്ള അതാണ് പറയുന്നത്. ചോദ്യവും ആൻസർ ഓപ്ഷൻസും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള എലിമിനേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്കൊരു 35-40% വരെ ചോദ്യങ്ങൾ ടെക്സ്റ്റിലേക്ക് ഓഡിയോയിലേക്ക് പോകാതെ തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇവിടെ തന്നെയാണേലും നിങ്ങൾ സാധാരണ മെഡിക്കൽ പ്രൊഫഷണൽ നോളജ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ മലേറിയ എന്ന് വായിക്കുമ്പോൾ കൊതുകുകളെ കൊല്ലുന്ന ഒരു ഷോർട്ട് ടേം പ്രയോറിറ്റി ഒന്നുമല്ല. കൊതുകിനെ ലോകത്തുള്ള മുഴുവൻ കൊതുകുകളെയും കൊന്നു തീർത്തിട്ട് ഒരിക്കലും നമുക്ക് രോഗത്തെ മലേറിയ ഇല്ലാതാക്കാൻ സാധിക്കില്ല. കൊതുകിനെ കൊല്ലുന്ന അനുസരിച്ച് കൊതുക് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ വാക്സിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് ടേമിൽ സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മെഡിക്കേഷൻ വേറെ ഫോമിലാക്കുക. അങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതിന്റെ ഹെഡ്ജിങ് വേർഡ്സ് ആണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഷോർട്ട് ടേം ഈസ് ആൻ ഇമ്പോർട്ടന്റ് വേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് ഇൻ ദ ടെക്സ്റ്റ് വി ക്യാൻ സി ഡേക്കേഡ്സ്, അറ്റ്ലീസ്റ്റ് 10 years, ഓൾമോസ്റ്റ് ഓവർനൈറ്റ്. ഓൺലി വൺ ഓഫ് ദീസ് ഓൾമോസ്റ്റ് ഓവർനൈറ്റ് ഈസ് എ ഗുഡ് സിനോണിം ഫോർ ഷോർട്ട് ടേം. ഇത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ look for edging words in the question statement. Things, opinion word, short term priority, time expression. ഈ ആദ്യം കാണുന്ന ലൈൻ, ചോദ്യത്തിന്റെ നമ്പറിന്റെ അടുത്ത് കാണുന്ന ലൈനാണ് ക്വസ്റ്റ്യൻ സ്റ്റെം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻസ് എയിൽ എലിമിനേറ്റ് ദ ഇൻസെക്ട്സ്, ബിയിൽ മെഡിക്കേഷൻ ഇൻ എ ഫോം, സിയിൽ വാക്സിൻ. അപ്പൊ ഇവിടെ എലിമിനേറ്റ് ദ ഇൻസെക്ട്സ് ടേക്സ് ഡേക്കേഡ്സ്, മെഡിക്കേഷൻ ഇൻ എ ഫോം ഓൾമോസ്റ്റ് ഓവർനൈറ്റ്, വാക്സിൻ അറ്റ്ലീസ്റ്റ് 10 years. Upper short term is an important word in the question. In the text, we can see decades, at least 10 years, almost overnight.